ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നമ്മുടെ കോളേജുകളിൽ പ്രൊഫഷണൽ കലാലയങ്ങളിലെല്ലാം റാഗിംഗ് വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാനിഫെസ്റ്റോയിലും പിന്നീട് ബജറ്റിലുമെല്ലാം വയനാട് മരണമടഞ്ഞ സിദ്ധാർത്ഥിൻ്റെ പേരിലുള്ള ഒരു റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത് നമുക്ക് ഓണക്കാലമാണ്. പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളുമെല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം ഓണക്കാലത്ത്. കയറിൻ്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിൻ്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള തീരുമാനങ്ങളെല്ലാം അതാത് ഫയലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളാണ്. നമുക്കറിയാം, ഇന്നലെ ഡൽഹിയിൽ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെയും AICCയുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ MP-യുമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ കർണാടക മുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ, നമ്മുടെ മന്ത്രി ശ്രീ വിശ്വനാഥും നമ്മുടെ MP-മാരും ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ മോശമായ രീതിയിലാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കിയത്. ശക്തമായ ബലപ്രയോഗമാണ് അവർക്കെതിരെ നടത്തിയത്. അതിൻ്റെ തലേ ദിവസം ഈ നീറ്റ് വിഷയത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളോടും ക്രൂരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ആവർത്തനമാണ് ഇന്നലെ ഡൽഹിയിൽ കണ്ടത്. അതിലുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ സമരം മുന്നോട്ട് പോകും. കാരണം നിരവധി കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്, നിരവധി കുട്ടികൾ. എന്നിട്ടും ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായ കൃത്യമായ നടപടികൾ എടുക്കാതെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഒരു കാരണവശാലും വെച്ചു പൊറപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്. ഇന്നലെ ഡൽഹിയിൽ നടന്നത് ശരിക്കും നരനായാട്ട് പോലുള്ളൊരു കാര്യമാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം രാജ്യത്തെമ്പാടും ഉയരുമ്പോൾ കേരളത്തിലും അതുണ്ടാകും. കേരളത്തിലെ നിയമസഭയും ഇത് സംബന്ധിച്ച ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് അയച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് നീതിയുക്തമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവും, സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവും. അല്ല, വാർത്താ സമ്മേളനത്തിൽ വരുന്നില്ല, അത് റിപ്പോർട്ട് തരുമ്പോൾ പരിഗണിക്കും. റിപ്പോർട്ട് നിങ്ങൾ കേട്ടതല്ലേ, ഞാൻ പറഞ്ഞില്ല. റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വരുമ്പോൾ മന്ത്രിസഭാ യോഗം പരിഗണിക്കും. റിപ്പോർട്ട് വരുമ്പോൾ അല്ല, അത് അവിടെ ഉന്നയിച്ചാൽ അതിന് നമ്മുടെ നിലപാട് നമ്മളവിടെ പറയും. നമ്മൾ എന്ത് നടപടിയാണ് ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത് വിശദമാക്കും കേന്ദ്രമന്ത്രിയുടെ യോഗത്തിൽ. അല്ല, ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു. KSU കോൺഗ്രസിൻ്റെ മായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ വന്ന് സംസാരിച്ചു. അവർ പറയുന്ന പരാതികൾ ഞങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടു. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലാരിഫിക്കേഷൻ എന്താ അതിൻ്റെ കാരണം എന്ന് അവരോട് വിശദീകരിച്ചു. പിന്നെ നിങ്ങൾ പ്രചരണം നടത്തിയത് മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി കൊടുക്കുന്നില്ലെന്ന ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ആർക്കും വന്ന് എന്നെ കാണാം, അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ആയിരക്കണക്കിന് ആളുകളാണ് കാണാൻ വരുന്നത്. 10,000-കണക്കിന് പരാതികളാണ് കിട്ടുന്നത്. ആ പരാതികൾ പരിഹരിക്കാനുള്ള സംവിധാനവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെയ്തിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ, ഒരാൾക്കും എൻ്റെ ഓഫീസ് ഇതുവരെ അനുമതി നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ പല വാർത്തകളും കൊടുത്തു അനുമതി നിഷേധിച്ചെന്ന്. ഇത് ശരിയല്ല. കാരണം ഒരു വ്യക്തിക്ക് കാണാൻ പറ്റാവുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണ്
ആളുകളെ കാണുന്നത്. തീരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരികയാണ്. വിവിധ സംഘടനകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ആളുകൾ വരികയാണ്. 10 വർഷത്തിന് ശേഷമുണ്ടായ ഒരു ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾ, ആശ്രിത നിയമനത്തിന് വേണ്ടി വരുന്ന ആളുകൾ, ബാങ്ക് ജപ്തിയുമായി വരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളെ മുതൽ പ്രധാനപ്പെട്ട ആളുകളെ വരെ, ബാങ്കുകളുടെ പ്രതിനിധികൾ, സംഘടനകളുടെ പ്രതിനിധികൾ, കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി താല്പര്യമായിട്ട് വരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും കാണുന്നുണ്ട്. ഞാൻ ആരെയും കാണുന്നില്ലെന്നോ എൻ്റെ ഓഫീസ് ആർക്കെങ്കിലും അനുമതി നിഷേധിച്ചെന്നോ നിങ്ങൾ ദയവ് ചെയ്ത് വാർത്ത കൊടുക്കരുത്. അത് തെറ്റാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. ഞാൻ മാത്രമല്ല, അവിടെ മാധ്യമങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഇറങ്ങി വന്നിട്ട് 2:50 തേവര കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. 3 മണിക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മീറ്റിംഗാണ്, റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം. 2:50 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 3 മണിക്ക് കൃത്യം എത്തുള്ളൂ. ഞാൻ ഏറ്റവും വേഗത്തിൽ, വളരെ വേഗത്തിൽ നടന്ന് വണ്ടിയിൽ കയറി അവിടെ എത്തുകയായിരുന്നു. KSU പ്രസിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ ജില്ലക്കാരനായിരുന്നു, എൻ്റെ ജില്ലയിലെ KSU പ്രസിഡൻ്റായിരുന്ന ആളെ കണ്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു വാർത്ത. ഞാൻ നിൽക്കുന്നൊരു ഫ്രെയിമിൽ അദ്ദേഹം ഉണ്ട്, ഞാൻ പിന്നീടാണ് കാണുന്നത്. മാത്രമല്ല, അന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ട് എന്നുകൂടി എൻ്റെ ഓഫീസ് അദ്ദേഹത്തെ അറിയിച്ചത്. ഇത് 2 മണിക്കാണ് ഈ പരിപാടി. തേവര കോളേജിൽ നടന്ന പരിപാടി 2 മണിക്കാണ്. 10 മണി മുതൽ 1 മണി വരെ ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഉണ്ട് എന്നുകൂടി അവരെ അറിയിച്ചു. അതൊക്കെ തെറ്റായ വാർത്തകളാണ്. അതല്ലേ ഞാൻ വളരെ ക്ലിയർ ചെയ്ത് പറഞ്ഞത്. ഇനിയുള്ള കാലത്തേക്ക് കൂടിയല്ല പറഞ്ഞത്. ഒരാൾക്കും അനുമതി നിഷേധിച്ചിട്ടില്ല, ഞാനോ എൻ്റെ ഓഫീസോ. നിഷേധിക്കുകയില്ല. ഒരു കാരണവശാലും നിഷേധിക്കും. എല്ലാവർക്കും വന്ന് കാണാം. ഞാൻ അതുകൊണ്ടല്ല, ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ വന്ന് എന്നെ കണ്ടപ്പോൾ അത് വിവാദമാക്കാൻ ശ്രമിച്ചു. എല്ലാ സംഘടനകളിൽപ്പെട്ട ആളുകൾ വന്ന്, ഇന്നിപ്പോൾ SFIയുടെ പ്രതിനിധികൾ ചോദിച്ചിട്ടുണ്ട്, അവസരം ചോദിച്ചിട്ടുണ്ട്. NGO യൂണിയൻ്റെ ആളുകൾ വന്നിരുന്നു, KSTയുടെ ആളുകൾ വന്നിരുന്നു, അവരുടെ ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആളുകൾ വന്നിരുന്നു കാണാം. എല്ലാവർക്കും അനുമതി കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അനുമതി കൊടുക്കും. MLA മാർ എല്ലാവരും വന്ന് കാണുമല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ നിഷേധിക്കപ്പെടേണ്ട ഒരു സ്ഥലമല്ല. അതൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ലോ കോളേജിലെ യൂണിറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലോ കോളേജിലെ യൂണിറ്റ് അല്ല ഗവൺമെൻറ് പ്രീഡർമാരെ തീരുമാനിക്കുന്ന ഒരു വാചകം ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ, ഇറ്റ്സ് ഓൺ റെക്കോർഡ് ഞാൻ പറഞ്ഞ കാര്യം. ഞാൻ KSUവിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. ലോ കോളേജ് KSU യൂണിറ്റിനെ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലോ കോളേജ് KSU യൂണിറ്റിനോട് ചോദിച്ചിട്ട് ഗവൺമെൻറ് പ്രീഡറെ വയ്ക്കാൻ പറ്റുമോ? അത് നിങ്ങൾ ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനം 140-ലധികം ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനം വന്നിട്ടുണ്ട്. 2 പരാതി വന്നു. അതിൽ ഒരു പരാതി ഇപ്പം തന്നെ പിൻവലിച്ചു. ഒരു പരാതിയാണ്. ഇത്രയല്ലേ വന്നിട്ടുള്ളൂ. നിങ്ങൾ ഇതിനു മുൻപ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് പ്ലീഡർമാരെ വെച്ചതും അതിന് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് പ്ലീഡർമാരെ വെച്ചതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് നിങ്ങളൊന്ന്. പിന്നെ നമുക്ക് അവിടെ AGയുടെ ഓഫീസും DGPയുടെ ഓഫീസും ഒക്കെ പറയുന്ന അഭിഭാഷകരെ കൂടി നമുക്ക് അവിടെ വയ്ക്കേണ്ടി വരും, പല കാരണങ്ങൾ കൊണ്ട്. ഇനി ചോദിക്കും, വേറെ എന്തെങ്കിലും ചോദിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ. ഇനി വേറെ ചോദ്യം ചോദിക്കും. താങ്കൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ദേശാഭിമാനി മാത്രം ചോദിച്ചാൽ പോരാ. നോ, നിങ്ങൾ ചോദിക്കും. അത് വീഴ്ച സംഭവിച്ചു എന്ന് പ്രാഥമികമായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘത്തെ മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് അന്വേഷിക്കാനുള്ള ചുമതലയായിട്ടുണ്ട്. ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കും. ഞാൻ ആഭ്യന്തരമന്ത്രിയുമായിട്ട് ആ വിഷയം സംസാരിച്ചിരുന്നു. താങ്കൾ തന്നെ 5 ചോദ്യം ചോദിക്കല്ലേ, പ്ലീസ്. ഞാൻ ചോദിക്കട്ടെ, വാർത്ത വന്ന എന്താ? ടാറ്റ ഈ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് അല്ലേ? ടാറ്റയുടെ കമ്പനി വന്നിട്ട് ഞാനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ചിത്രം വരെ പുറത്തു വിട്ടു. ഒരു കാര്യം തീരുമാനമാകാതെ കിടക്കുന്നുണ്ട്. അവരുടെ ഒരു വെസൽ ബിൽഡിങ്ങിൻ്റെ കാര്യം തീരുമാനമാകാതെ കിടക്കുന്നുണ്ട്. മലബാർ സിമൻസുമായി, കൊച്ചിൻ പോർട്ടുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ തീരുമാനമെടുത്തു. അവർ പോസിറ്റീവായ ആ കമ്പനിയുടെ ആളുകൾ പ്രതികരിച്ചു. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടാകാൻ അവർ വരണം എന്ന് നമ്മൾ പറഞ്ഞു. ഞാനത് വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് അവർ വരുന്നുണ്ട്, അവരുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്,
പിന്നീടുള്ള പല പ്രശ്നങ്ങളും, അതായത് വ്യവസായ വകുപ്പിൽ തന്നെ 2 ഏജൻസികൾ തമ്മിലുള്ളൊരു തർക്കം ഉണ്ടായിരുന്നു കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ തുടങ്ങുന്നതിനെ സംബന്ധിച്ച്. അതൊക്കെ ഞങ്ങൾ 24 മണിക്കൂറിനകം തീരുമാനമെടുത്തു. ഓഷ്യനേറിയം കൊച്ചിയിൽ തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു. ഇൻ്റർനാഷണൽ മാരിടൈം മ്യൂസിയം തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ബാക്കി ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പല സ്ഥലങ്ങളിലും അവരുടെ പ്രപ്പോസലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്കണോമിക് മോഡലുകൾ എന്താണ് എന്ന് ഞങ്ങൾ ഗൗരവതരമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കണമോ, PPP മോഡൽ വേണമോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ല റെമിറ്റൻസ് ഇക്കോണമി ഇൻവെസ്റ്റേഴ്സ് ഇക്കോണമിയാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ മലയാളികളായ പ്രവാസികളുടെ ഇൻവോൾവ്മെൻറ്റ് പെടുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മാരിടൈം പോളിസി തന്നെ വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നതിന് വളരെ വേഗത്തിലാണ് നടപടിക്രമങ്ങൾ പോകുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരു 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് ആ വാർത്ത വന്നത്. കണ്ടു എന്നുള്ളതിൻ്റെ ഇത് വ്യവസായ മന്ത്രി തന്നെ ആ ചിത്രം തന്നെ പുറത്തുവിട്ട് ഇഷ്ടംപോലെ ആളുകൾ, ധാരാളം ആളുകൾ കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ധാരാളം ആളുകൾ. പുതിയ പോളിസിയാണ് വന്നത്. പോർട്ട് സിറ്റിയുടെ ഏവിയേഷൻ ഹബിൻ്റെ MSME ആയിട്ട് ബന്ധപ്പെട്ടത്, സ്പേസ് ഇക്കോണമിയായിട്ട് ബന്ധപ്പെട്ടത് 4-5 പുതിയ വാതിലുകളാണ് കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി തുറന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കൂടി കേരളത്തിൻ്റെ ഒരു ഭാവിയെ കരുതിയിട്ട് കൂടി നിങ്ങളൊരു അപ്രോച്ച് ഉണ്ടാകണമെന്ന് എൻ്റെ അഭ്യർത്ഥന, റിക്വസ്റ്റാണ്. ഇല്ല ഒന്നുമില്ല. അത് പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് രണ്ടാമത് ഈ ഘട്ടത്തിൽ 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ അടക്കം സമാനമായ രീതിയിൽ തന്നെ ഇന്നലെ സുപ്രീം കോടതിയിലും ദീപക് വർമ്മ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായി അമുസ്ലിങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ എതിർപ്പില്ല എന്ന് അദ്ദേഹത്തോടെ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംസ്ഥാന സർക്കാരിന്? നല്ല ചോദ്യമാണ്. ദേശാഭിമാനി ഇപ്പൊ ചോദിക്കാൻ അവസരം തന്നല്ല. ഞാൻ മുഴുവൻ കേട്ടു. അല്ല, ഞാൻ മുഴുവൻ കേട്ട്, ഇടയ്ക്ക് കയറി പറയരുത്. അല്ലല്ല വഖഫ് അല്ലല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കേട്ടല്ലോ. ഒന്നേ തന്നെ ഇടയ്ക്ക് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഇടയിൽ കയറി പറയരുത് മാത്രമേ ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിച്ചുള്ളൂ. ഇപ്പോൾ ചോദിച്ചല്ല, എൻ്റെ ഇടയിലേക്ക് പറയരുത്, എന്നെ പറയാൻ അനുവദിക്കണം. നിങ്ങൾക്കറിയാമല്ലോ 2025 ഇത് വഖഫ് പുനഃസംഘടിപ്പിച്ചു. ഇന്ത്യയിൽ വളരെ എതിർപ്പുകൾ, പ്രതിപക്ഷം മുഴുവൻ എതിർത്ത് ഇത് പാസ്സാക്കിയ വഖഫ് ആക്ട്, സെൻട്രൽ ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വഖഫ് ആക്ട് പാസ്സായതിനു ശേഷം ആദ്യമായി രൂപീകരിച്ച വഖഫ് ബോർഡാണ് കേരളത്തിലേത് ആദ്യത്തെ. അതിൽ രൂപീകരിച്ചപ്പോൾ തന്നെ ആ രൂപീകരണ ഉത്തരവിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് ഒരു മുസ്ലിമേതര 2 പ്രതിനിധികളെ, നോൺ മുസ്ലിം പ്രതിനിധികളെ വെക്കണമെന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഉത്തരവിൽ തന്നെ ഉണ്ട്, മുസ്ലിമേതര പ്രതിനിധിയെ പൊതുകാര്യ പ്രസക്തരിൽ നിന്നും ബാർ കൗൺസിലിൽ നിന്നും തിരഞ്ഞെടുക്കുമെന്നാണ് സർക്കാർ അറിയിച്ചത്. അവർ 2 പേരെ പിന്നീട് നിയമിക്കും എന്ന് കഴിഞ്ഞ സർക്കാർ അറിയിച്ചു. അവരെ പിന്നീട് നിയമിക്കും. ബാർ കൗൺസിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അതിനുശേഷം നിയമിക്കും. ആ ഉത്തരവിൽ തന്നെ ഉണ്ട് നോൺ മുസ്ലിം പ്രതിനിധികളെ, കാരണം സെൻട്രൽ ആക്റ്റാണ്. നോൺ മുസ്ലിം പ്രതിനിധികളെ, മുസ്ലിമേതര പ്രതിനിധികളെ പിന്നീട് വയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വെച്ചത്. അതിനുശേഷം 4 ഹർജികൾ കോടതിയിൽ വന്നു. 4 ഹർജികളിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഈ നോൺ മുസ്ലിം ആളുകളെ വെച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്, മുസ്ലിം വിഭാഗങ്ങളിലെ ഷിയ, ബോറ, ആഘാഖാനി, പിന്നോക്ക മുസ്ലിം ഇവരുടെ പ്രതിനിധികളെ വഖഫ് ബോർഡിൽ വെച്ചിട്ടില്ല. പിന്നെ സെക്ഷൻ 14 അനുസരിച്ച് ഓരോ കാറ്റഗറിയും അത് നിർണ്ണയിക്കുന്നത് മാൻഡേറ്ററിയാണ്, നിർബന്ധമാണ്. അത് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ വെച്ചിരിക്കുന്ന ആളുകൾ യോഗ്യരായിട്ടുള്ള അല്ലാത്ത ആളുകൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് 4 ഹർജികൾ വന്നത്. ഇത് വന്ന ഉടനെ തന്നെ എന്താണ് ഞങ്ങളുടെ ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡ്? എന്താണ് ഞങ്ങളുടെ ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡ്? വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു, കോടതിയിൽ ഞങ്ങൾ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇതെല്ലാം പരിശോധിച്ച് ഞങ്ങൾ വഖഫ് ബോർഡ് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പക്ഷേ ഈ ഹർജികൾ തള്ളണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജികൾ തള്ളണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഹർജികൾ തള്ളണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇനി ഇതിൻ്റെ മീതെ സുപ്രീം കോടതിയിൽ പോയി വഖഫ് ബോർഡ്. അപ്പോൾ അവിടെ വെച്ച് വഖഫ് ബോർഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? വഖഫ് ബോർഡിൻ്റെ ചെയർമാനടക്കമുള്ള ആളുകൾ എന്താ പറഞ്ഞിരിക്കുന്നത്?
അതായത് അമുസ്ലിം അംഗങ്ങളെ സെക്ഷൻ 14 പ്രകാരം വെച്ചുകൊള്ളാം. ബാർ കൗൺസിലിൽ നിന്നും പൊതുകാര്യ പ്രസക്തരിൽ നിന്നും മുൻ വാഗ്ദാനം അനുസരിച്ച് ചെയ്തു കൊള്ളാം. ഇപ്പോൾ പോയില്ലേ ഇതെല്ലാം? അവർ പോയി പറഞ്ഞാണ്, സുപ്രീം കോടതി പോയി പറഞ്ഞാണ് വെച്ചുകൊള്ളാം. സെക്ഷൻ 14 പാലിച്ച് വഖഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി വേണം. കേരള സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി തള്ളണം എന്ന് പറഞ്ഞിട്ടും ഹൈക്കോടതി തള്ളിയില്ല. അപ്പോൾ കേരള സർക്കാർ ഹൈക്കോടതിയിലെടുത്ത സ്റ്റാൻഡ് എന്താ? ഈ ഹർജി തള്ളണം എന്ന സ്റ്റാൻഡാണ്. അതേ കാര്യമാണ് സുപ്രീം കോടതിയിൽ പോയി വഖഫ് ബോർഡ് ആവർത്തിച്ചത്. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് വർഗീയത പരത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം ഒരു വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിന്, മുസ്ലിങ്ങളെ UDFനും ഈ സർക്കാരിനും എതിരാക്കുന്നതിന് വേണ്ടി തെറ്റായി നടത്തിയ വർഗീയ പ്രചാരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഈ ഹർജി തള്ളണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ഹർജിക്ക് മുമ്പ് തന്നെ ഇത് നിയമിച്ച സമയത്ത് ഈ 2 അമുസ്ലിം അംഗങ്ങളെ ഞങ്ങൾ നിയമിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ സർക്കാരാണ് അദ്ദേഹത്തിൻ്റെ സർക്കാർ. ഇറ്റ്സ് ഓൺ റെക്കോർഡ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് 2 പേരെ വെച്ചുകൊള്ളാം. ഞങ്ങൾ ഈ പരാതി മാത്രമല്ല, 4 പ്രധാനപ്പെട്ട പരാതികൾ വന്നപ്പോൾ ഞങ്ങൾ ആ പരാതികൾ പരിശോധിച്ച് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷേ ഈ ഹർജികൾ തള്ളണം, ഗവൺമെൻറ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ഈ സ്റ്റാൻഡിനെയാണ് വഖഫ് ബോർഡ് പോയി സുപ്രീം കോടതിയിൽ പോയി ഉയർത്തിക്കാട്ടിയത്. ഹർജി തള്ളണമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടും ഹൈക്കോടതി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി തരുന്നില്ല. ഞങ്ങൾ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ 2 അമുസ്ലിങ്ങളെ വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഈ വർഗീയ പ്രചരണം നടത്തി ഞങ്ങളുടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷ നേതാവോ CPMോ വിചാരിച്ചാൽ നടക്കില്ല. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ക്ലിയറാണ്. യെസ്. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയത്തില്ല. എനിക്കറിയില്ല, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോഴത്തെ അല്ല, സുപ്രീം കോടതി, എന്നിട്ട് സുപ്രീം കോടതി 2 കൂട്ടരെ കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. സുപ്രീം കോടതിയിൽ കേരള ഗവൺമെൻറ്, ഇപ്പോഴത്തെ ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡിനെ പിന്തുണച്ചുകൊണ്ടാണ് വഖഫ് ബോർഡ് അവിടെ പോയത്. സർക്കാർ തള്ളണം, ഈ കേസ് തള്ളണമെന്നാണ്, ഈ ഹർജികൾ തള്ളണമെന്നാണ്. എന്നിട്ട് ഇതിലെ പ്രധാനപ്പെട്ട പരാതികൾ പരിശോധിച്ച് അതനുസരിച്ച് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്തു പ്രചരണമാണ് നടത്തുന്നത്? അല്ലല്ലോ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഗവൺമെൻറ് എടുത്ത നിലപാടെന്താ? അമുസ്ലിങ്ങളായ ആളുകളെ വെച്ചുകൊള്ളാമെന്നാണ്. കാരണം അത് ഗവൺമെൻറ് പാസ്സാക്കിയ നിയമമല്ലേ. അത് അല്ലല്ല, ഞങ്ങളല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞത് ഈ അമുസ്ലിങ്ങളായ ആളുകളെ പിന്നീട് വെച്ചുകൊള്ളാം എന്ന് ഉത്തരവിൽ തന്നെ ഉണ്ട്. പിണറായി സർക്കാർ ഇറക്കിയ ഉത്തരവ് നിങ്ങൾ വായിച്ചു നോക്ക്. ആ ഉത്തരവിലുണ്ടത്. എന്നിട്ട് ഇപ്പോഴും വഖഫ് ബോർഡ് പോയി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പറയുന്നത് ഞങ്ങളത് വെച്ചുകൊള്ളാം എന്നാ. ഇപ്പോഴത്തെ അതിൻ്റെ സ്റ്റേറ്റസ് എനിക്കറിയില്ല, അത്ര ഞാൻ നോക്കിയിട്ട് പറയാം. അല്ല, അത് ഇപ്പോൾ സെൻട്രൽ ആക്ട് അല്ലേ. ഇപ്പോൾ കോടതി അതിനെതിരായിട്ട്, സെൻട്രൽ ആക്ടിനെതിരായിട്ട് സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി അത് തള്ളിയത് കൊണ്ടാണ് പിണറായി സർക്കാർ വഖഫ് ബോർഡ് വെച്ചപ്പോൾ ഞങ്ങൾ ഈ 2 അമുസ്ലിം പ്രതിനിധികളെ ഞങ്ങൾ വെച്ചുകൊള്ളാം. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ടായിരിക്കും വെക്കായിരുന്നത്. ആണല്ലോ, ബൈൻഡിങ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ പിണറായി സർക്കാർ പറഞ്ഞത് ഞങ്ങൾ ഇല്ലെങ്കിൽ പിണറായി സർക്കാരിന് ഒരു സ്റ്റാൻഡ് എടുക്കാമല്ലോ, വെക്കില്ല. Which case? Tamil Nadu. Tamil Nadu case is different. Only this matter, 2 non-Muslims, appointment of 2 Muslims only pending before the Supreme Court. Here there are other demands also. In the other petitions, there are 4 petitions before the High Court that I have already stated to you that there is no proper representation for Shia, Bora, Agha Ghani and backward Muslims, and there is no some of the persons are not competent, and according to section 14(6), determination of each category is mandatory. There is a violation. 3 more other petitions also.
4 petitions are pending before the Kerala High Court. Sir, but in the affidavit that you all filed before the High Court, you all said that you all will strictly comply with Section 14. Section 14 also includes appointment of non-Muslims. The Waqf Board also has taken a stand before the High Court as well as in the Supreme Court that we will comply with the provisions of the Section 14. Already taken a stand, and we demanded the rejection of the petition also, the dismissal of the petition also. But the opposition leader said that the LDF government, the opposition leader had said that the LDF government had maintained that we will wait till the final verdict. No. They have not mentioned anywhere in the order itself. They have categorically stated that these 2 appointments will be done later. And they said that there is a representative from public persons and from the Bar Council. Since the Bar Council election is going on, we are not ready to appoint them. After the election, we will appoint. They have given an assurance in the order itself and before the High Court also. Waqf Board also repeated the same submission in the Supreme Court. Already Supreme Court dismissed this petition. There is a provision in the Act passed by the Parliament that there should be an appointment of 2 non-Muslims. Somebody challenged and the Supreme Court dismissed that petition. As you said rightly, the Tamil Nadu petition is pending. We have to go through the final judgment of the High Court and the Supreme Court. 11 അംഗങ്ങളാണ് വേണ്ടത്. അതിൽ 9 പേരാണ് കഴിഞ്ഞ ഗവൺമെന്റ് എടുത്തത്. അപ്പൊ ഇനി നിങ്ങൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 11 പേരുണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. According to the direction of the concerned court, we will take a decision. സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജിയിലാണ്. വലിയ രീതിയിലുള്ള വൈദ്യുതിയുടെ കുറവിന്റെ പ്രശ്നങ്ങൾ സംസ്ഥാനം നേരിടുന്നുണ്ട്. പവർ കട്ട് അപ്രഖ്യാപിതമായിട്ടുള്ള രീതിയിൽ നടക്കുന്നു, സമയം പറയാൻ നടക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. ഇതിൽ എന്തെങ്കിലും പരിഹാരം കാണാൻ ഇതിൻ്റെ അകത്ത് വലിയ പ്രചരണങ്ങൾ നടക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഡിമാൻഡാണ് വൈദ്യുതിക്ക് ഈ സീസണിലുണ്ടായത്. കനത്ത മഴക്കുറവ്, എൽ നിനോ പ്രകാരമുള്ള കനത്ത മഴക്കുറവ്, അണക്കെട്ടുകളിലെ ജലശേഖരത്തിൻ്റെ വലിയ ഇടിവ്, ജലവൈദ്യുത ഉൽപ്പാദനത്തിൽ ഹൈഡൽ പവർ ഉൽപ്പാദനത്തിലുണ്ടായ 80% കുറവ്, ദേശീയ വൈദ്യുതി വിപണിയിൽ ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാകാതിരുന്ന പ്രശ്നം, ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഏകദേശം 1000 മെഗാവാട്ടിൻ്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അതേ സമയത്ത് മഴയില്ലാത്തത് കൊണ്ടുള്ള ജലവൈദ്യുത ഉൽപ്പാദനം താഴോട്ട് പോയി, ഗൗരവമായി താഴോട്ട് പോയി. 2055-56% മഴക്കുറവുണ്ടായി. ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. ജൂലൈ 17 മൊത്തം സംഭരണ ശേഷിയുടെ 28% മാത്രമായിരുന്നു ജലസംഭരണിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 61%. ഇതാണിത്. മാത്രമല്ല, നിലവിലെ പ്രതിസന്ധിക്കുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 25 വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ ഒരു എഗ്രിമെൻ്റ് വെച്ചു. ആ എഗ്രിമെൻ്റ് പ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ 1 വർഷം വാങ്ങിച്ചു, 7 വർഷം പിണറായി സർക്കാരും വാങ്ങിച്ചു. 7 വർഷം. 8ാമത്തെ വർഷം ആ വൈദ്യുതി കരാർ റദ്ദാക്കി. ആ 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് 25 വർഷത്തേക്കുള്ള എഗ്രിമെൻ്റ് റദ്ദാക്കി. എന്നിട്ട് എത്ര രൂപയ്ക്കാണ് മേടിച്ചെന്നറിയാം വൈദ്യുതി? 8 രൂപ മുതൽ 14 രൂപ വരെ. 4 രൂപ 29 പൈസയുടെ റദ്ദാക്കിയിട്ട് മാസങ്ങളോളം, വർഷങ്ങളോളം വൈദ്യുതി ബോർഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂടി പോയി. ഡെയിലി 20-30 കോടി രൂപ അഡീഷണൽ ആകുന്ന സ്ഥിതിയിലേക്ക് വന്നു. ആ എഗ്രിമെൻ്റ് ഇപ്പം നിലവിലില്ല. ആ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ എഗ്രിമെൻറ്റിൻ്റെ പാർട്ടി, ആ കമ്പനികൾ നമുക്ക് വൈദ്യുതി തരാൻ ബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, എഗ്രിമെൻ്റ് ഇല്ല.
ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ല. അപ്പോൾ 1000 മെഗാവാട്ടിൻ്റെ വൈദ്യുതിയുടെ ഉപഭോഗം കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചു. ഹൈഡൽ ഇത് ജലവൈദ്യുത ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ജലശേഖരം 61% ഉണ്ടായിരുന്നത് 28% കുറഞ്ഞു. മഴയുടെ കുറവ്, എൽനിനോ പ്രതിഭാസം ഇപ്രാവശ്യം നിങ്ങൾക്കറിയാമല്ലോ, മൊത്തം മഴയുടെ ഇതിൽ ഭയങ്കരമായി കുറവ് വന്നു. പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ എഗ്രിമെൻ്റ് കഴിഞ്ഞ ഗവൺമെൻറ് റദ്ദാക്കിയത് കൊണ്ടുള്ള ഇമ്പാക്റ്റ്. ഈ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. അല്ല, അപ്പോൾ അത്രയും ഡിമാൻഡില്ല. അപ്പോൾ അത്രയും ഡിമാൻഡ് വന്നില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ അന്ന് ഇവർ വാങ്ങിച്ചു. അന്ന് 8 രൂപ മുതൽ 14 രൂപ വരെ, 4 രൂപ 29 പൈസയുടെ റദ്ദാക്കിയിട്ട് ഇവർ വാങ്ങിച്ചു. ഇവർ ഒരുപാട് പ്രാവശ്യം വാങ്ങിച്ചു, വൈദ്യുതി പുറത്തുനിന്ന് മേടിച്ചു. ഇപ്പോൾ ഉള്ള പ്രശ്നം അന്നത്തേക്കാൾ 1000 മെഗാവാട്ട് കൂടുതൽ കൺസംഷൻ വന്നു ഈ പ്രാവശ്യം. 1000 മെഗാവാട്ട്, 800 മുതൽ 1000 മെഗാവാട്ട് വരെ നമുക്ക് കൂടുതൽ വന്നു. ഓരോ ദിവസത്തെയും കൂടുതലാണ്. 2024-25 വർഷമായി താരതമ്യം ചെയ്യുമ്പോൾ 10 മില്യൺ യൂണിറ്റിൻ്റെ ഉപഭോഗം, കൺസംഷനാണ് ഒരു ദിവസം വർദ്ധിച്ചിരിക്കുന്നത്. മറ്റേ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാം. ആ എഗ്രിമെൻറ്റും ഇല്ല. ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി വലിയ പ്രശ്നമാണ്. എൽനിനോ ആയതുകൊണ്ട് എല്ലാ ഗവൺമെൻറ്റുകളും ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സീരിയസ് ആയില്ല. അല്ലാതെ നമ്മുടെ ഗവൺമെൻറ് വന്ന് 30 ദിവസം കൊണ്ട് ഞങ്ങളുണ്ടാക്കിയ പ്രതിഭാസമാണ് പവർ കട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഗവൺമെൻറ് വിചാരിച്ചിട്ടൊരു പവർ കട്ട് മനഃപൂർവ്വമായിട്ട് ജനങ്ങൾ 1 മണിക്കൂർ ഇരുട്ടിൽ കഴിയട്ടെ ഒരു മണിക്കൂർ ജനങ്ങൾ ഇരുട്ടിൽ കഴിയട്ടെ എന്നൊരു പുതിയ സർക്കാർ തീരുമാനിക്കുമോ? അപ്പോൾ ഒരു ഔചിത്യമില്ലാത്ത പ്രചരണം, ഒരടിസ്ഥാനവും ഇല്ലാത്ത പ്രചരണം സംസ്ഥാനത്ത് നടക്കുകയാണ്. ഞങ്ങളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് ഞങ്ങൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഒരു മാസത്തിനകം, ഇപ്പോൾ 2 മാസമല്ലേ ആയുള്ളൂ, ഒരു മാസത്തിനും ഉണ്ടായതാണ്. ഇപ്പോൾ എൽനിനോ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും മഴ കുറയുമെന്ന് ആർക്കും അറിയില്ല. ഇത്രയും ജലശേഖരം നമ്മുടെ സംഭരണികളിൽ കുറയുമെന്ന് കരുതിയില്ല. പിന്നെ ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാതിരിക്കുമെന്ന് കരുതിയില്ല. ഇത് എക്രോസ് ദ കൺട്രി ഈ വിഷയമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓപ്പൺ മാർക്കറ്റിലേക്ക് പോയി അവർ ചോദിക്കുന്നതിലേക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഞങ്ങൾ 5 രൂപ 96 പൈസയ്ക്ക് 200 മെഗാവാട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. ഇപ്പം 200 മെഗാവാട്ട് കൂടി ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വാങ്ങിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പുരകത്തുമ്പോൾ വാഴ വെട്ടാൻ പോയില്ല നമ്മൾ. അപ്പോൾ വലിയ എമൗണ്ടിൽ മേടിച്ചില്ല. അപ്പോഴും ഇവർ 14 രൂപയ്ക്ക് വരെ വൈദ്യുതി മേടിച്ചു. മനസ്സിലായ? ഞാനിപ്പോൾ ഈ അദാനി ഇതൊന്നും ഞാൻ സാധാരണ പറയാറില്ല. ആ വൈദ്യുതി കരാറ് റദ്ദ് ചെയ്തിട്ട് അദാനി കമ്പനിക്കാണ് കൊടുത്തത് വൈദ്യുതി. അവരെ നിന്നാണ് പിന്നെ വൈദ്യുതി മേടിച്ചത്. എന്തുകൊണ്ടാണ് അന്നത്തെ വൈദ്യുതി കരാറ് റദ്ദ് ചെയ്തതെന്ന് ഇതുവരെ പഴയ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടില്ല. അന്നത്തെ വൈദ്യുതി മന്ത്രിയും പറഞ്ഞിട്ടില്ല. ആ വൈദ്യുതി കരാർ റെഗുലേറ്ററി കമ്മീഷൻ ആ കരാർ അനുമതി നൽകിയില്ല. അതുകൊണ്ടാണ് ആ കരാർ റദ്ദാക്കേണ്ടി 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് കരാറ് നടപ്പിലാക്കി. 8 കൊല്ലം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, റെഗുലേറ്ററി കമ്മീഷനിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? പേര് പറയിപ്പിക്കണം. പേര് പറയിപ്പിക്കണം അംഗങ്ങൾ. അതിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു അതിൻ്റെ അകത്ത് അംഗങ്ങൾ, ആ റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങൾ. മനസ്സിലായേ? എന്നിട്ട് പ്രൊസീജിയറൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് 8 കൊല്ലം കഴിഞ്ഞ് കണ്ടുപിടിച്ചിട്ട് നേരെ അത് റദ്ദാക്കിയിട്ട് 8 രൂപ തൊട്ട് 14 രൂപ വരെ വൈദ്യുതി മേടിക്കുകയാണ്. അദാനി കമ്പനിയുടെ നിന്നാണ് മേടിച്ചത് ആദ്യം. നോക്കാം, നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം. ഇപ്പം നമുക്ക് ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കി നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവം. ക്ലിയർ ആയില്ലേ? ഇനി ചോദിച്ചു അടുത്തത്. അങ്ങനെ മുൻകൂട്ടി പറയുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ വൈദ്യുതി ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാം.
ഞാൻ 2 മാസമല്ലേ ആയുള്ളൂ. എല്ലാ ഗവൺമെൻറ്റുകളും അവരുടേതായ റീസണബിൾ സമയം എടുക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ട് പുനഃസംഘടിപ്പിച്ചു, അതുപോലെ കണ്ണൂർ എയർപോർട്ട് പുനഃസംഘടിപ്പിച്ചു, ഞങ്ങൾ പ്ലാനിംഗ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. എല്ലാം ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വരുവാണ്. അതെല്ലാം വളരെ പെട്ടെന്നുണ്ടാവും. അതൊക്കെ വന്നോളൂ. അല്ല, ഞാൻ പറയട്ടെ, അത് വളരെ ആരോഗ്യമന്ത്രി അതിൻ്റെ അകത്തൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ഭക്ഷണം കൊടുക്കുന്നതിലല്ല പ്രശ്നം. ഭക്ഷണം കൊടുത്ത് ചില സ്ഥലങ്ങൾ കയ്യേറിയ പ്രശ്നം വന്നു. ചില ആശുപത്രിക്കകത്ത് ചില സ്ഥലങ്ങൾ കയ്യേറിയ സ്ഥലം വന്നു. പിന്നെ എല്ലായിടത്തും ഒരു ഭയങ്കര പൊളിറ്റിസൈസ് ചെയ്യുന്ന രീതിയിൽ ബാനറും അതൊക്കെ കെട്ടി വന്നു. ഇപ്പം നെയ്യാറ്റിൻകരയിൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു 6 വർഷമായിട്ട് അവിടെ ആ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് ആശുപത്രിയുടെ അകത്തേക്ക് കയറ്റിയിട്ടില്ല. ഞാൻ പോയിട്ട് റോഡിൻ്റെ പുറത്ത് വന്നിട്ടാണ് ഈ വിതരണത്തിൽ അവർ ഈ വാർഷികയോഗം ആഘോഷിക്കുമ്പോൾ അവർ നമ്മളേക്ക് വിളിക്കും. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോയി കൊടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് റൂട്ടിൽ കൊടുക്കണമെന്ന് ചോദിച്ചു ഭക്ഷണം. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെൻറ് ഇവർക്ക് കോൺഗ്രസ്സുകാരാണ് കൊടുക്കുന്നത് നെയ്യാറ്റിൻകരയിൽ, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് ഒന്നും മാറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ റോഡരികിൽ അപകടകരമാണ്, ആളുകൾ വന്നിങ്ങനെ കൂടി നിൽക്കുന്നത്. ഞാൻ പോയപ്പോൾ എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി. പക്ഷെ അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ DYFI ഭക്ഷണം കൊടുക്കുന്നതിന് അഭിനന്ദിക്കുന്ന ആളാണ് ഞാൻ. ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു വലിയ നല്ല കാര്യമല്ലേ കൊടുക്കുന്നത്, അതിനെന്താ തെറ്റ്? ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു യുവജന സംഘടന അത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ കൂടി അത് മാതൃകയാക്കി അത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഈ സ്ഥലമൊക്കെ ആശുപത്രിയുടെയൊക്കെ കയ്യേറി ചെയ്യരുത്. അവിടെ പോയി ഇത് വല്ലാതെ പൊളിറ്റിസൈസ് ചെയ്യരുത്. അതൊക്കെ നോക്കണം. പിന്നെ നമ്മൾ കുറേ സംഘടനകളൊക്കെ സ്റ്റേറ്റ് വൈറ്റ് ചെയ്യുമ്പോൾ താഴെ തട്ടിലുള്ളവർ ചിലപ്പോൾ മുകളിലുള്ളവർ പറഞ്ഞ് കേൾക്കാതെ ഓവറായിട്ടൊക്കെ ചിലപ്പോൾ ചെയ്യണ കാര്യമാണ്. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും എതിരായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഗവൺമെൻറ് എടുക്കില്ല. ആരോഗ്യമന്ത്രി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞപ്പോൾ അത് അദ്ദേഹം ഇതാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തുകയും ചെയ്തു. പ്രശ്നം ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഞങ്ങളെതിരായിട്ടുള്ളൊരു നിലപാടും ഈ ഗവൺമെൻറ് സ്വീകരിക്കില്ല. കൊടുക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിച്ചും ഭംഗിയായിട്ടും ചെയ്ത് ആളുകൾ ഇത് കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷവും. കൊടുക്കുന്നത് നല്ല കാര്യമാണ്, ഒരു തെറ്റുമില്ല. അല്ല, അത് നോക്കട്ടെ. നമുക്ക് മറ്റു കാര്യങ്ങൾ അതിന് റീസണബിൾ ആയിട്ടുള്ള സമയം എടുക്കില്ല. അവരുടെ റിപ്പോർട്ട് നമുക്ക് അതേപോലെ നടപ്പാക്കാൻ നമുക്ക് പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം ഇതിൻ്റെ കാര്യങ്ങൾ അറിയാതെ നടത്തുന്ന വാർത്താ പ്രചരണങ്ങളാണ്, തെറ്റായ കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ആഭ്യന്തര വകുപ്പിൽ DGPയുടെ അടുത്താണ് അവർ കൊടുക്കേണ്ടത്. ആ റിപ്പോർട്ട് എപ്പോഴാണ് കിട്ടിയത്? എന്താണ്? കഴിഞ്ഞ ആഴ്ച. അത് DGP പരിശോധിച്ച് അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ വരും. ഞങ്ങൾ ആലോചിച്ച് ആ കാര്യത്തിൽ എന്ത് നടപടി ചെയ്യണമെന്ന് പറയും. ഒരു ഡിലേയും വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ അജിത് കുമാറിന് പ്രമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ഞങ്ങൾ വൈകി. ഞങ്ങൾക്ക് എന്താ അജിത് കുമാറായിട്ട് ബന്ധം? ഞാനല്ലേ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വിമർശിച്ച ആൾ. എൻ്റെ പേരും എൻ്റെ പടമൊക്കെ വെച്ചിട്ട് കൊടുക്കുക, അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞു. അടിസ്ഥാനരഹിതമായി എത്രമാത്രം വാർത്തകളാണ് വന്നത്. ഈ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഏതായാലും ഇത്രയും നിങ്ങൾ ചോദിക്കാത്തവരാണ് അങ്ങോട്ട് പറയാം. ഞാൻ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും മിണ്ടുന്നില്ല. CMDRFനെ കുറിച്ച് വ്യാപകമായ പ്രചരണം നടക്കുക. CMDRF അഴിമതിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. മുൻ സർക്കാരിൻ്റെ കാലത്ത് 18/5/2021 വരെയുള്ള കുടിശ്ശിക എത്രയായിരുന്നു അറിയാം? അപേക്ഷകളുടെ 34,661. CMDRFിലേക്ക് ചികിത്സിക്കാൻ അപേക്ഷ കൊടുത്താൽ ഡിലേ വരുമായിരുന്നു. 6 മാസവും 6 മാസത്തിൽ കൂടുതൽ ഡിലേ പിണറായി സർക്കാർ ഇരുന്ന കാലത്തും വരുമായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം 2 മാസമല്ലേ ആയുള്ളൂ. ഞങ്ങൾ വന്നതിന് ശേഷം ആ 34,661 അപേക്ഷയിൽ 11,174 ക്ലിയർ ചെയ്തു. ഈ വേഗത്തിൽ ചെയ്തു. ഈ സർക്കാരിൻ്റെ കാലത്ത് പുതിയ അപേക്ഷ കിട്ടിയിട്ടുണ്ട് 23,653. അതിൽ ഞങ്ങൾ 9,726 ചെയ്തു. അപ്പോൾ ഏകദേശം 21,000-ഓളം അപേക്ഷകൾ 2 മാസം കൊണ്ട് ഈ ഗവൺമെൻറ് ക്ലിയർ ചെയ്തു. ഞങ്ങൾ വന്നൊന്ന് ഇരുന്നേ ഉള്ളൂ. എന്നിട്ട് പറയുകയാണ് CMDRF എല്ലാം കെട്ടിക്കിടക്കാമെന്ന് പറഞ്ഞു. കെട്ടിക്കിടന്നിരുന്ന കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ്. ഞാൻ പറയും, എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? തെറ്റായ വാർത്തകൾ കൊടുത്ത്. ഇനി ആകെ ജനങ്ങൾക്ക് അനുവദിച്ച ചികിത്സാ തുക 24,15,00,000 രൂപ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്പീഡാക്കാൻ സ്റ്റാഫ് മറ്റതെല്ലാ സംവിധാനവും ചെയ്തുകൊണ്ട്. പിന്നെ അടിയന്തരമായിട്ട് ചില കളക്ടർമാർ
അല്ലെങ്കിൽ ചില ജനപ്രതിനിധികൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ടി വരും ചില കാര്യത്തിൽ. ഇപ്പോൾ വയനാട് മരണമടഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തീരുമാനം മന്ത്രിസഭയിൽ കൊണ്ടുപോയി എടുത്തു. ചില തീരുമാനങ്ങൾ, ചില കുഞ്ഞുങ്ങൾക്കൊക്കെ സർജറി, ചില പെട്ടെന്ന് പ്രശ്നം, ആ സർജറി നടത്താൻ പൈസയില്ല, ആ സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തു എന്ന് വരുമ്പോൾ നമുക്ക് ഈ 6 മാസം ഡിലേ ചെയ്ത് കൊടുത്താൽ മതിയാണ്. തീരെ പാവപ്പെട്ടവരായ ചില കേസുകളൊക്കെ റെക്കമെൻഡ് ചെയ്ത് കളക്ടർമാരുടെ അടുത്ത് വരും, അതൊക്കെ നമുക്ക് കൊടുക്കുക. ഇതിലെന്താ അഴിമതി? അത് നേരത്തെ തീരുമാനിച്ചതല്ലേ. നേരത്തെ തീരുമാനിച്ച കുറേ മാനദണ്ഡങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പരിശോധിക്കും. നമുക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും. CM, you were part of the Jantar Mantar protest yesterday. There was forceful removal of LOP and other MPs. Yes. Your reaction on that and recapping this. Your reaction on A reaction. We have deplored the action initiated by the Delhi police with the support of the central government. Day before yesterday, the same thing has happened in the Jantar Mantar road. The police brutally attacked the students, those who participated in the agitation. This agitation is representing the entire students of India. Many students committed suicide. So we tried to bring this matter before the parliament yesterday, but it was not allowed. So we made an agitation under the leadership of Sri Rahul Gandhi, Sri Priyanka Gandhi, Sri Mallikarjun Kharge ji and Mr. K.C. Venugopal. We conducted a rally. Myself and the Karnataka Chief Minister participated in that agitation. They were brutally manhandled by the police. Even the Rahul ji and the Priyanka ji were. No, how can you say that? How can you say that? We have conducted many rallies across the country, even in Kerala. We have conducted rallies. In Kota, Rajasthan, the Rahul ji inaugurated a Mammoth rally. That was our launching of our agitation in Rajasthan. We have conducted many programs across the country. Our assembly, we brought this issue and we adopted a resolution against this thing. We have started already. And even in the agitations, we have supported them. Rahul ji himself arranged the doctor to Wangchuk. He arranged everything in the hospital. He personally intervened in this matter. കിഫ്ബി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പഠനം നിയോഗിച്ചല്ലോ. പക്ഷേ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വരുന്ന മുൻകാലത്തെ അഴിമതി അല്ലെങ്കിൽ അവിടെ ക്രമക്കേട് അതേപ്പറ്റി ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ എന്താ സർക്കാർ വൈകുന്നത്? അല്ല, ഞങ്ങൾ ചെയ്യുന്നത് ഒരു ടെക്നിക്കൽ കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എക്സ്പേർട്സിന്, ഫിനാൻഷ്യൽ എക്സ്പേർട്സിനെ വെച്ചുകൊണ്ടുള്ള കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ലെറ്റ് ദം സബ്മിറ്റ് ദ റിപ്പോർട്ട്. അവരൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാം പരിശോധിക്കട്ടെ. അതിനിടയിൽ കുറേ വർക്കുകൾ, ഓൺഗോയിങ് വർക്കുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട്. ആ വർക്കുകളെ ബാധിക്കാതെ ആ വർക്ക് ചെയ്ത് തീർത്ത ആളുകൾക്ക് പണം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രത്യേകമായ പരിശോധന നടത്തി വേണ്ട തീരുമാനങ്ങൾ എടുക്കാം. വികസന പ്രവർത്തനങ്ങളെന്നും അത് ബാധിക്കാൻ പാടില്ല. വന്ന ഉടനെ നമ്മൾ എല്ലാവർക്കും എതിരായി അന്വേഷണവും മറ്റൊന്നുമല്ലല്ലോ. നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ടുള്ള അഴിമതി നടന്നുവെന്നോ ക്രമക്കേടുകൾ നടന്നുവെന്നോ നമ്മുടെ മുമ്പിൽ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് വരുമ്പോഴല്ലേ. അല്ലാതെ ആളെ പിടിക്കണം ഇയാളെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ആരുടെയും മുമ്പിൽ ആരുടെയും പുറകെ ഓടുന്നൊരു സർക്കാരല്ല ഇത്. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളല്ല. അതൊക്കെ തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം കേരളത്തിലെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് അവർ ഉചിതമായ തീരുമാനം എടുക്കും. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്ന് കണ്ടു. ഞാനിങ്ങനെ അദ്ദേഹമായിട്ട് ഇതെല്ലാം കൂടിയാലോചന നടത്തിയെന്ന്. ഞാൻ അദ്ദേഹത്തെ ബർത്ത്ഡേ ഗ്രീറ്റിങ്സ് പറയാൻ വേണ്ടി പോയതാണ്. അദ്ദേഹത്തെ ബർത്ത്ഡേ ഗ്രീറ്റിങ്സ് നടത്തി. അല്ലല്ല, അതിപ്പോൾ ഞാൻ എങ്ങനെ പോകണം, ഏത് രീതിയിൽ ബർത്ത്ഡേ ഗ്രീറ്റിങ്സ് നടത്തണമെന്നുള്ള അനുവാദമെങ്കിലും എനിക്കിതാ. അതുകൂടി നിങ്ങൾ തീരുമാനിക്കല്ലേ.
ഇന്നലെ അവിടെ സമര ദിവസമല്ലേ, ഇന്നലെ അവിടെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പ്രധാനപ്പെട്ട നേതാക്കളെ കാണാറുണ്ട് പോകുമ്പോൾ. അവരായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ഇന്നലെ എടുത്തിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെ കാണാൻ, കോൺഗ്രസ് നേതാക്കന്മാരെ കാണണ്ടേ, കാണാൻ മാത്രമല്ല ഡൽഹിയിൽ വേറെ ഒരുപാട് ആളുകളെ കണ്ട്. ഡൽഹിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ചർച്ച ചെയ്ത്. ഡൽഹിയിലെ കേരള ഹൗസിൻ്റെ കാര്യം, കപൂർത്തല പ്ലോട്ടിൻ്റെ കാര്യം, മറ്റ് പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് കുറേ കാര്യങ്ങൾ കൂടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, പ്രാഥമികമായ തീരുമാനങ്ങൾ. അത് സ്റ്റേറ്റിൽ വന്നിട്ടുള്ള ആ കാര്യങ്ങൾ കൂടിയാണ് പോയത്. നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ അവിടെയുണ്ട്. പക്ഷെ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് സമരങ്ങൾ നടന്നതുകൊണ്ട് എല്ലാവരുമായിട്ടും കൂടിക്കാഴ്ച കഴിഞ്ഞ് എനിക്ക് ഇന്ന് ക്യാബിനറ്റ് ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ഞാനും ഇന്നലെ ജയിലിൽ പോയില്ലായിരുന്നു. അത് ഞാൻ ക്യാബിനറ്റ് ഉള്ളതുകൊണ്ട് തിരിച്ച് എൻ്റെ ഫ്ലൈറ്റ് 8 മണിക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ എന്നോട് പറഞ്ഞാണ് ഫ്ലൈറ്റിൻ്റെ സമയമായി പോകണം. ഞാൻ കേരള ഹൗസിൽ നിന്ന് എയർപോർട്ടിൽ എത്തുമ്പോഴാണ്. അപ്പോഴും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല എനിക്ക്. അല്ല, അതൊക്കെ നടന്നോളും, അതൊക്കെ സമയത്ത് നടന്നോളും. അങ്ങനെയൊന്നും വൈകിട്ടൊന്നുമില്ലെന്നേ, അതൊക്കെ സമയത്ത് നടന്നോളും. എന്തുമാത്രം കാര്യങ്ങൾ 10 വർഷത്തിന് ശേഷം ഒരു ഗവൺമെൻറ് വന്നതല്ലേ, ഒരുപാട് കാര്യങ്ങൾ റീസ്ട്രക്ചർ ചെയ്യാനുണ്ട്. ഞങ്ങളതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും മറുപടി പറഞ്ഞോ, എല്ലാ കാര്യത്തിനും മറുപടി പറഞ്ഞു ഇല്ലേ? എന്താ കാര്യം അത്? അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? അവർ കാരണം ഇതൊക്കെ ഒന്ന് മറച്ചു വെക്കണമല്ലോ, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ളത്, അവർക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അവരുടെ BJP പ്രസിഡന്റ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, കൊടി തൊട്ട് ബാനർ തൊട്ട് മതിലെഴുത്ത് തൊട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യാനുള്ള ഒരു സ്ഥിതിയിലാണ് അവർ ഇരിക്കുന്നത്. നമ്മളവരെ കളിയാക്കി പറയുമൊന്നുമില്ല. പക്ഷേ അവർ ഞങ്ങളുടെ ഗവൺമെൻറ് വന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു സമരം നടത്തി. എന്താണ്, മറ്റേ മാനിഫെസ്റ്റോയിലെ പരിപാടി പ്രഖ്യാപിച്ചില്ലെന്ന്. അന്ന് ഞാൻ തലയിൽ കൈവച്ചു. ഏത് ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം സമരം നടത്തിയ ആളുകളാണ്. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ അവരുടെ രീതിയല്ലല്ലോ, ഫാസിസ്റ്റ് രീതിയല്ലല്ലോ. സമരം ചെയ്യാൻ പാടില്ല, ഗവൺമെൻറ്റിനെതിരായി സമരം ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ്റിനെതിരായി ആര് സമരം ചെയ്താലും ഞങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തും. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ സമരങ്ങൾക്കൊന്നും എതിരല്ല. ഞങ്ങൾ സമരം ചെയ്തിട്ടുള്ള സംഘടനയാണ്. ഏത് സംഘടന സർക്കാരിനെതിരായിട്ട് സമരം ചെയ്താലും ഞങ്ങൾ അന്വേഷിക്കും. ഞങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ ഒരു ഈഗോ പ്രശ്നമില്ലാതെ ഞങ്ങൾ സർക്കാരിനെതിരെ സമരം ചെയ്തു, അതുകൊണ്ട് ഈ വിഷയം തീർക്കില്ല എന്നുള്ള നിലപാട് ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞിരിക്കുകയാണ്, സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വർഷങ്ങളായി സമരം ചെയ്യുന്ന ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കണം, ഒന്ന് പ്രാഥമികമായി അതാത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഒന്ന് സംസാരിക്കണം. എത്രയോ പാവങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. ആര് സമരം ചെയ്താലും സർക്കാരിനൊരു വിരോധമില്ല. ചിലപ്പോൾ ശരിയായ കാര്യത്തിനായിരിക്കും സമരം ചെയ്യണം, സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യത്തിനായിരിക്കും സമരം ചെയ്യണം. ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ കാണാൻ വരുന്ന ആളുകളുടെ സങ്കടങ്ങളൊക്കെ, ഒരുപാട് സങ്കടങ്ങളാണ് ആളുകൾക്ക്, പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടായ സങ്കടങ്ങളുണ്ടാവും. അതൊക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള ഗവൺമെൻറ് ചിലപ്പോൾ നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട്, ചിലപ്പോൾ നമ്മുടെ ഒരു ഫോൺ വിളി കൊണ്ട്, ചിലപ്പോൾ ഒരു മീറ്റിംഗ് കൊണ്ട്, ചിലപ്പോൾ ഒരു ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് കൊണ്ട് പല പ്രശ്നങ്ങളും തീർക്കാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഒരു വിഷയമില്ല, വെറുതെ തീർക്കാവുന്ന വിഷയമാണ്, അത് തീർത്തിട്ടില്ല, പെൻഡിങ് ആണ്. ഞാൻ കഴിഞ്ഞ ഗവൺമെൻറെ കുറ്റപ്പെടുത്തിയെന്നല്ല പറഞ്ഞത്, അങ്ങനത്തെ പല വിഷയമുണ്ട്. അപ്പോൾ ഏത് ഒരു സമരത്തിനെതിരായ നിലപാടില്ല. ഫാസിസ്റ്റ് ജനാധിപത്യ രീതിയിൽ അതിനോട് പ്രതികരിക്കും. അവരിനി ഞങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചു, വളരെ മോശമായി, ഇപ്പം എന്നെപ്പറ്റിയൊക്കെ എന്തൊക്കെ പറയണം സംസാരിച്ചു. അതുകൊണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്യില്ല എന്നുള്ള ഒരു നിലപാടുമില്ല. അവരെല്ലാം വിളിച്ച് ചർച്ച ചെയ്യും, ആര് വന്നാലും ചർച്ച ചെയ്യും. ഇതാണ് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരാതിയും കേൾക്കും. They have their own right to make a protest against us. We are not a fascist party. We are not opposing any strike, any agitation, anything. They have their own right. Let them conduct the strike. The people know why the Congress party conducted an agitation yesterday. We have already started. We have been agitating for a long time for the resignation of the concerned minister. Already we have been in the agitation. It is continuing. What happened yesterday and day before yesterday, entire people, they are understanding what is happening there. There is a protest among the people also. If the BJP is contesting a yatra to KPCC office, the KPCC president is the responsible person for the
students committed suicide, let them conduct.